ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു മാഗി നൂഡിൽസ് തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ലേ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ നൂഡിൽസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 4 വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടതാണ് 2 പച്ചമുളകും കൂടി. ചെറിയ പച്ചമുളക് ആയതിൻ്റെ പേരിൽ 2 എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. പച്ചമുളകും വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ സവാളയിൽ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ അരിഞ്ഞെടുത്ത് ആ സവാളയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ സവാള ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വെന്ത് തുടങ്ങിയാൽ മാത്രം മതിയാവും. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബീൻസ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ബീൻസ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളിയുടെ ഒരു പകുതി അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും കൂടി. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ഈ ഒരു അളവിൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണമെന്നില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്തേക്കണം. ഇതിനോടൊപ്പം പിന്നെ ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതെല്ലാം നമ്മൾ ഡ്രൈ ഗ്രീൻ ബീൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വേണം നമ്മളൊന്ന് ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് പാടെ മാറിപ്പോവും കേട്ടോ. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മസാലയെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 പാക്കറ്റ് അളവിലാണ് കേട്ടോ മാഗി നൂഡിൽസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ 2 കപ്പ് അളവിൽ വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ടത് ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മാഗി നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു മസാലയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഈ മസാല വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള 2 പീസ് അളവിലുള്ള മാഗി നൂഡിൽസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് 2 പീസാക്കിയിട്ട് മാത്രം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടെ തന്നെ ഇതിനോടൊപ്പമുള്ള മാഗി നൂഡിൽസിൻ്റെ മസാലയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഒരുപാട് ഫ്ലെയിം ഹൈയിലും വെക്കേണ്ട, ഒരുപാട് കുറച്ചും ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് നൂഡിൽസ് വന്നിട്ട് ഒരുപാട് പൊടിച്ച് ചേർക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ നല്ലതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങ് കുട്ടി പീസാക്കിയിട്ട് നൂഡിൽസ് അങ്ങ് പോകും. അപ്പോഴത്തേക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. അതിൻ്റെ പേരിൽ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇതൊന്ന് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അത്രയും സമയം കൊണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് മസാല റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്.
അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വിതറി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മല്ലിയിലയും ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇതുപോലെ ഒരു മാഗി നൂഡിൽസ് മസാല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.